ഓട്ടോസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ടെക് ബിൽഡ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ അതിലേക്കൊരു ജേണി, നസീഫിൻ്റെ ജേണി ഉണ്ടാവും. എനിക്ക് മനസ്സിലാവുന്ന നസീഫ് ടൊയോട്ടയിലൊരു വെൽ പേയിങ് ജോബിൽ നിന്ന് ഇറങ്ങി വലിയ റിസ്ക് എടുത്തിട്ടാണ് ഇതുപോലത്തെ ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നത്. ടൊയോട്ട അബ്ദുൽ ലത്തീഫ് ജമീൽ എന്ന് പറഞ്ഞ ടൊയോട്ട ആൻഡ് ലെക്സസ് ഡിസ്ട്രിബ്യൂട്ടറിലായിരുന്നു ആദ്യം ജോലി കിട്ടിയത്. അപ്പം ആദ്യം ജോയിൻ ചെയ്തത് ഡാറ്റ സ്പെഷ്യലിസ്റ്റ് ആയിട്ടായിരുന്നു. കുറേ എക്സലും അനാലിസിസും കാര്യങ്ങളെല്ലായിരുന്നു. വിത്തിൻ 6 months ഞാൻ ഫീൽഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ റോളിലേക്ക് മാറി. എങ്ങനെ ഒരു സർവീസ് സെൻറ്റർ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഷോറൂം ഓപ്പറേറ്റ് ചെയ്യണം, അപ്പോൾ ഇതിന് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പം ഈ ഗൈഡ് ലൈൻസ് വരുന്നത് മാനുഫാക്ചറിന്. ഇപ്പം നമ്മളെ കേസ് ആകുമ്പോൾ ജപ്പാനിലാണ് വരുന്നത്, ടൊയോട്ട ജപ്പാനിൽ നിന്ന് ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പം ഇതെല്ലാം 6 മാസവും സബ്മിറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് നസീഫിനെ പോലെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ സമയത്ത് ഒരു 19 പേരോളം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു 100-150 സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു ടൊയോട്ടക്ക് ആ സമയത്ത് സൗദിയിൽ. അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാർക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടും. ഈ ക്വാർട്ടറിൽ നമ്മൾ ഇതൊക്കെയാണ് വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ചെക്ക് ലിസ്റ്റ് കുറേ ജപ്പാനിൽ വരുന്നുണ്ട്. കുറേ ഗവൺമെൻറ് റെഗുലേഷൻസ് ഉണ്ടാവും. ഒരു വർക്ക്ഷോപ്പ് നടത്തണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്നുള്ള കുറേ കംപ്ലയൻസ് ലെവൽ റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. കുറേ ഹെൽത്ത് സേഫ്റ്റീൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. നമ്മൾ കുറേ ഇൻറ്റേർണലി ബിൽഡ് ചെയ്ത കസ്റ്റമർ എക്സ്പീരിയൻസും മാർക്കറ്റിംഗ് എല്ലാം ഉണ്ടാക്കി നമ്മളെ കുറേ ചെക്ക് ലിസ്റ്റ്. ഒരു സർവീസ് സെൻറ്ററിൽ പോയാൽ അറ്റ്ലീസ്റ്റ് ഒരു 5 days സ്പെൻഡ് ചെയ്യും. അവിടെ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ മുക്കിലും മൂലയിലും പോയി ചെക്ക് ചെയ്ത് അവിടുത്തെ ബ്രാഞ്ച് മാനേജേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നമ്മളൊരു ഓഡിറ്റിംഗ് പ്രോസസ്സ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് കമ്പനീസ് ഡിജിറ്റൽ ക്യാമറാസ് തരുമായിരുന്നു. നമ്മൾ ക്യാമറയിൽ ഓരോന്ന് പോയി ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് വന്ന് തിരിച്ചിത് ഓഫീസിൽ വന്ന് ഒരു എക്സൽ റിപ്പോർട്ടിൽ നമ്മൾ ഇത് തിരിച്ച് എല്ലാം ഒരു മാർക്സ് എഴുതിയതെല്ലാം ഇപ്പുറത്തേക്ക് മാറ്റണം, ഫോട്ടോസ് എടുത്തതെല്ലാം അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് ഇത് മാനേജ്മെൻറ്റിന് റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ കുറേ ഐറ്റംസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. അത് അപ്പം അവരുടെ അടുത്ത് ആക്ഷൻ എടുക്കാൻ പറയണം. എന്താണ് അടുത്ത ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പം ഇതായിരുന്നു ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്.